എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുറവൊന്നുമല്ല, എന്നാലും മാർക്ക് കുറച്ച് കുറവായിരുന്നു ആപേക്ഷികമായി നോക്കും. പ്ലസ് 1 റിസൾട്ട് വന്ന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് മുഹമ്മദ് വടകര, അതുപോലെ ധ്യാന്, നമ്മുടെ ഷമ്മാസ്, ഇവർ 3 പേരാണുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 10ാം ക്ലാസ്സിൽ ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം എത്ര മാർക്കാണ്. ഓരോരുത്തരൊന്ന് ഇൻഡിവിജ്വലി പറയും, മാർക്ക് എത്ര ഉണ്ടായിരുന്നു, എവിടെ ആയിരുന്നു? 89% 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ 84 ആയിരുന്നു. 71 ആയിരുന്നു. CBSE അകത്ത് പഠിച്ചായിരുന്നു. CBSE സ്കൂളിൽ CBSE ആയിരുന്നു. എവിടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? MES സ്കൂളിലായിരുന്നു. നിങ്ങളൊക്കെ സ്റ്റേറ്റിലായിരുന്നു, ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അല്ലേ? ഓക്കെ. ചോദിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഷമ്മാസ് തന്നെ മറുപടി പറഞ്ഞോളൂ. ഞാൻ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു സാബിക്ക് തന്നെ, ആള് പറഞ്ഞിട്ടായിരുന്നു ഒന്നിങ്ങോട്ട് വന്നി. സാബിക്ക് നമ്മുടെ റിപ്പീറ്റർ അല്ലേ? റിപ്പീറ്റ്. ഇപ്പോൾ ഈ വർഷം നല്ല മാർക്ക് സ്കോറൊക്കെ ചെയ്ത്. അപ്പോൾ ആള് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിന്ന്. ഇൻ്റർവ്യൂക്കൊക്കെ വന്നിരുന്നു ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോപ്പിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവായിട്ടും ഇപ്പം 92% പറഞ്ഞു അല്ലേ? 92% എത്തി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ട് സയൻസ് എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് സയൻസ് അടിക്കാൻ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. തീർച്ചയായിട്ടും. സയൻസ് എന്താ ഒരു എയിം ലൈഫിൽ, എവിടെ എത്തണം എന്നൊക്കെ വിചാരിക്കുന്നത്? ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളതാണ്. ധ്യാനോട് എങ്ങനെയാണ്? ധ്യാൻ സ്റ്റേറ്റിലാണ് പഠിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മാർക്ക്, കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ടോപ്പിലേക്ക് വരുന്നതൊക്കെ? ഞാൻ ഷിബിലി സാർ മുഖേനായിരുന്നത്. ഷിബിലി സാർ എങ്ങനെയാ ബന്ധം? ഡോക്ടർ ഷിബിലി ഉമ്മാന്റെ കസിന്റെ ഫ്രണ്ടാണ് ഷിബിലി. ഓ, അങ്ങനെ വരുന്നത് അല്ലേ? ഓക്കെ. എന്താ എത്ര പെർസെന്റേജ് ഉണ്ട് ഇപ്പോ? 97. 97%. 89%-ന്ന് 97%. 89 ചെറുതൊന്നുമല്ല, അങ്ങനെ ചെറുതാക്കി പറഞ്ഞതല്ല, മറിച്ച് വലിയൊരു ശതമാനത്തിൽ ഉയർച്ച ഉണ്ടായി. അതും സയൻസ് പോലുള്ള കുറച്ച് കടുപ്പ് കയറിയിട്ടുള്ള വിഷയത്തിൽ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫൊക്കെ? അടിപൊളിയാണ്. അടിപൊളി. എങ്ങനെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടെ? ഇവിടെ പറഞ്ഞ പോലെ പോയാൽ എല്ലാം റെഡിയാണ്. എക്സാമിൻ ടൈമിലൊക്കെ ഓല് പറഞ്ഞ ഓരോ റിവിഷനും കാര്യങ്ങളും ഒക്കെ ഒരു ഇതുണ്ട്. അതിൽ ആ ഓർഡറിൽ പോയാൽ പബ്ലിക് എക്സാമിന്റെ ഏത് സമയത്താണ്, ഏത് ഘട്ടത്തിലാണ് പഠനം തുടങ്ങിയത്? പബ്ലിക് എക്സാം 2 മാസം മുന്നേ റിവിഷനും കുറെ കാര്യങ്ങളുണ്ട്. റിവിഷന്റെ കൂടെ കട്ടക്ക് പോകുന്നു അല്ലേ? റിവിഷൻ അതേമാതിരി ഫോളോ ചെയ്ത് പോരുക. ആ സിനാരികൾ തന്നെ പോകുന്നുണ്ട് അല്ലേ? എന്താ മുഹമ്മദിന് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? ഇപ്പോൾ 90% ഉണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 84% ആയിരുന്നു. എങ്ങനെ ആ റിവിഷൻ സമയമൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? റിവിഷൻ സമയം ഫുള്ള് പഠിച്ച് നമ്മൾ കട്ടൊക്കെ ഉണ്ടാക്കി അല്ലേ? എക്സാംസ് ഒക്കെ അന്നത്തെ പണ്ട് പേടി ഉണ്ടായിരുന്നില്ലേ? കാരണം എല്ലായ്പ്പോഴും എൻട്രൻസിന് വേണ്ടി നോക്കുക. നല്ല പേടിയുണ്ട്, ലാംഗ്വേജ് ഒക്കെ നല്ല പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് എല്ലാം എവിടെ എങ്ങനെയാ എപ്പോഴാ അതൊക്കെ മാറി? അവസാനത്തെ 2 മാസം ഇവിടുത്തെ റിവിഷൻ പ്ലാനും ഒക്കെ കണ്ടപ്പോൾ ഒക്കെ മാറി. പിന്നെ ഓരോ ദിവസം പിന്നെ 2-3 റിവിഷനും 3 ചാപ്റ്റർ പഠിക്കുകയും അങ്ങനെ സെറ്റായി. ഓക്കെ. ഷമ്മാസിനെ കുറിച്ച് പറയുമ്പോൾ ഷമ്മാസ് നല്ലൊരു പ്ലെയറാണ്. ഇടയ്ക്കൊക്കെ എന്നെ തോൽപ്പിക്കെങ്കിലും ടീമിൽ എന്ത് തോൽപ്പിക്കെങ്കിലും നല്ലൊരു പ്ലെയറാണ് ഷമ്മാസ്. പഠനമില്ലാത്ത ബാക്കി എന്തൊക്കെ ആക്ടിവിറ്റി, എസ്പെഷ്യലി നീ ഒരു സ്പോർട്സ്മാൻ കൂടിയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ അത്തരം ആക്ടിവിറ്റികളൊക്കെ? വൈകുന്നേരം എന്നും കളിക്കാൻ വിടും. പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരു ദിവസം ടർഫുണ്ടാവും. പിന്നെ കളി വെച്ചുതരും, ഫുട്ബോളിൻ്റെ ഫൈനലൊക്കെ ഉള്ള കളി വെച്ചുതരും. ഇപ്പോൾ റയലിൻ്റെ കളിയുണ്ട്, അത് വെച്ചുതരാൻ പോവുകയാണ്. അതൊക്കെ തന്നെ. തീർച്ചയായിട്ടും. നമ്മൾ ഒരേ സമയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. പഠന സമയത്ത് നോക്കുന്ന സമയത്ത് അതിൽ കലർപ്പില്ലാണ്ട് പഠിപ്പിക്കും. പിന്നെ മക്കൾ പറയുന്ന ഇതേപോലെ സ്പോർട്സ് ഇവൻറ്റ്സും ഒക്കെ നമ്മൾ നടത്തുന്നുള്ളതാണ് അല്ലേ? എന്താ ധ്യാൻ എങ്ങനെ ഡോപ്പ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ, എന്താ ഇവിടെ അടിപൊളിയായിട്ട് തോന്നി ധ്യാനിന്? ടീച്ചേഴ്സ് അഫ്സൽ സാറ്. താങ്ക് യു പറയണം. അഫ്സൽ സാറ് നമ്മളെ ബാക്കിൽ നടന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും എല്ലാത്തിലും ഉൾപ്പെട്ട് നമ്മളിപ്പം പോവും. പിന്നെ ഇവിടെയുള്ള ഫാക്കൽറ്റീസ് എല്ലാവരും, പിന്നെ ഇപ്പോൾ നമ്മളെ വാർഡനായാലും എല്ലാവരും പുഷ് ചെയ്യണോണ്ട് ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് അവരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഈ റിസൾട്ട് ഒക്കെ അവർ കൂടി ഉള്ളത് കൂടിയാണ് അല്ലേ? പിന്നെ ഉറക്കം വെച്ചിരുന്ന് വേണ്ടി നമ്മള് തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ 97 മാർക്സ് ആണ്. നന്നായി ചെയ്യുന്ന, എൻട്രൻസിനകത്ത് നന്നായി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ധ്യാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ധ്യാൻ, പിന്നെ ഏത് പദ്ധതിയാണ് ഇപ്പോൾ ഡെയിലി ഹണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്ന ഒരു പദ്ധതി ഏതാ? വാവു എന്ന് പറയാം, അല്ലെങ്കിൽ അടിപൊളിയെന്ന് തോന്നുന്നത്? എല്ലാ പദ്ധതി അടിപൊളിയാണ്. എല്ലാത്തിനും അതിൻ്റെതായുള്ളൊരു സാധനം. ഡെയിലി ഹണ്ട് പറഞ്ഞാൽ ഡെയിലി ഒരു 150-200 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു പാഠത്തിൻ്റെ ഒരു പകുതിയോളം ക്വസ്റ്റ്യൻ
ചെയ്യുക ഒറ്റ ദിവസം തന്നെ. 200 ചോദ്യം എന്ന് പറയുമ്പോൾ അത് തന്നെ 200 വെറൈറ്റി ടൈപ്പ് ചെയ്യുക. പിന്നെ എൻ സി ആർ ടി എന്ന് പറയുമ്പോൾ ഓരോ എൻ സി ആർ ടി ലൈൻ ബൈ ലൈനായി പഠിച്ചു പോവുക. പിന്നെ ചാപ്റ്റർ ഷൂട്ട് എല്ലാ എൻ സി ആർ ടിയിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക. അങ്ങനെ എല്ലാ പദ്ധതികളിലും രസമായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഫൈൻ. പിന്നെ വീട്ടുകാരൊക്കെ വിളിച്ചപ്പോൾ മാർക്ക് അറിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഓ അടിപൊളിയായിരുന്നു പറഞ്ഞ്. ഞാൻ പിന്നെ ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ഉമ്മാനെ വിളിച്ച് ഉമ്മ കേട്ടപ്പോൾ തന്നെ ഹാപ്പി. അടിപൊളിയായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറയണ്ടാ? വലിയപ്പോ എന്താ വാണ്ടിന്ന് കഴിച്ചിനി. ഞാൻ പറഞ്ഞപ്പോ വേണ്ട നീറ്റ് ഇട്ടിട്ട് മതി. ഓ തീർച്ചയായിട്ടും. ആ ചോദ്യം ഒന്നുകൂടി നല്ലത് ഇവിടെ ചോദിക്കുന്നതാ. മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദിന് ഫാമിലി ഇവിടെ വന്ന സമയത്ത് കുറച്ചൊക്കെ വീട്ടിൽ ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ആ ഒരു കാലം? എനിക്ക് പ്രേക്ഷകരോട് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാന്നൊക്കെ വിചാരിച്ച് ഹോം സിക്നെസ് മാത്രം വിചാരിച്ച് ഉൾവലിയുന്ന കുട്ടികളുണ്ടാവും. അവിടെ എന്താ പറയാനുള്ളത്? നമുക്ക് തുടക്കമൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ ഓരോരുത്തർ നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്ത് ഇവിടുത്തെ ഇങ്ങനെ ഒഴുകി പഠിപ്പിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ മറന്നു പോകും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ അടിപൊളിയായി പഠിച്ചു പോകുന്നില്ല അല്ലേ? അപ്പോൾ ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇനിയും ലൈഫിൽ എല്ലാവരും ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നുള്ളതിനപ്പുറം നിങ്ങൾ വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യണം. ഒരു ഉറപ്പെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പാഷൻ കണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഡോപ്പ സിസ്റ്റം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.